അങ്ങനെ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു യാത്ര പോയി. ജസ്റ്റ് ഫോർ എ സ്റ്റേക്കേഷൻ. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, ഉമേദ് ഭവൻ പാലസ്, കോട്ട. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റോയൽ ഫീൽ കിട്ടും. ഇവിടെ നമ്മുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു. നല്ല രീതിയിൽ ഒരുക്കിയ മുറിയും വിശാലമായ ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും ഒക്കെ അറ്റാച്ച്ഡായി മട്ടുപ്പാവിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു അടിപൊളി റൂം. ഇവിടെ നമുക്ക് വേണ്ടതെല്ലാം അവർ സെറ്റ് ചെയ്ത് തരും. ഞങ്ങൾ 3 പേരും കുറച്ച് നേരം വിശ്രമിച്ചിട്ട് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണാൻ തീരുമാനിച്ചു. രാത്രിയിൽ ഇവിടുത്തെ ആംബിയൻസ് വേറെ ലെവലാണ്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അതിനു മുന്നേ ഈ റൂമിൽ ഇത്രയും സംഭവങ്ങൾ നമുക്കായിട്ട് അവർ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ചില സുപ്രഭാത വിശേഷങ്ങളിലേക്ക് പോവാം. ഉണർന്ന് എഴുന്നേറ്റൊരു കട്ടനം കുടിച്ച് പുറത്തിറങ്ങിയതും നിൽക്കുന്നു കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന, ആനന്ദം നൽകുന്ന ഒരു കാഴ്ച. നൃത്തം ചെയ്യുന്ന മയിൽ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് ഒരു മയിൽ നൃത്തം ചെയ്യുന്നത് കാണുന്നത്. കുഞ്ഞുട്ടനും അതൊരു പുതിയ അനുഭവമായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. കെട്ടിലും മട്ടിലും കൊട്ടാരത്തിൻ്റെ അനുഭൂതി അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഓരോ ഇടനാഴിയും അത് നമ്മളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നല്ല കൊത്തുപണികളും പെയിൻറ്റിങ്ങും വിശാലമായ അന്തരീക്ഷമായിട്ട് നല്ലൊരു സ്ഥലം. അപ്പനും മോനും കൂടെ രാവിലെ തന്നെ കൈയും പിടിച്ച് ഈ പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇവിടെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണത്. നല്ല വിശാലമായ സ്ഥലം, നമുക്ക് വേണ്ടതൊക്കെ ഇവിടെ കിട്ടും. നല്ല ഫുഡ്, നല്ല എന്താ പറയുക, നോൺ വെജ് ഒഴികെ ബാക്കിയെല്ലാം നമുക്കിവിടെ കിട്ടും. ഞങ്ങളൊരു വട സാമ്പാറിൽ സ്റ്റാർട്ട് ചെയ്തു. അവിടുത്തെ സാൻഡ്വിച്ച് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. കുഞ്ഞുട്ടൻ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, കുറച്ച് എന്തൊക്കെയൊക്കെയോ കഴിച്ച്. പിന്നെ കഴിച്ചതൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടി അപ്പനും മോനും ഇതാ കളിക്കാൻ തുടങ്ങി. കളിക്കുന്നു, വീഴുന്നു, പിന്നെ എഴുന്നേറ്റ് കഴിക്കുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. കണ്ടതായിരുന്നു ബാറ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ചെന്നപ്പോൾ ബാർ ഓപ്പൺ ആയിരുന്നില്ല. പിന്നെ കുറച്ച് നേരം അതിലേക്ക് കറങ്ങി കണ്ട് ഞങ്ങൾ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് സമയം ചിലവഴിച്ചു. നമുക്കിവിടെ ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും ഒത്തിരി സ്ഥലങ്ങൾ നമുക്കിവിടെയുണ്ട്. പ്രകൃതിയോട് തീർത്തും ഇണങ്ങിക്കിടക്കുന്ന ഈ സ്ഥലത്ത് ധാരാളം കുരങ്ങന്മാരും മാനുകളും ഒക്കെ വരാറുണ്ടായിരുന്നു. ഓരോ നിമിഷവും ഞങ്ങളെക്കാൾ അധികം ആസ്വദിച്ചത് കുഞ്ഞുട്ടനാണ്. ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. അങ്ങോട്ടേക്ക് കുറേ കൂടും, ഇങ്ങോട്ടേക്ക് കുറേ കൂടും. കുറേ അവിടേക്ക് വിളിക്കും, അപ്പയെ അത് കണ്ടോ, അപ്പയെ ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. എൻ്റെ പുറകെ ഇതേപോലെ വാലേ തൂങ്ങി നടക്കും. അതൊക്കെ തന്നെയായിരുന്നു അവൻ്റെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ എൻജോയ്മെൻറ്റും അതൊക്കെ തന്നെയായിരുന്നു. നടന്ന് കാണാനും പറയാനും മാത്രം അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കൊട്ടാരം. അവരുടെ പഴയ പെയിൻറ്റിങ്സും കാര്യങ്ങളും പിന്നെ ജ്വല്ലറികളും രാജാവിൻ്റെതായ ആട്ടുകെട്ടിലും സംഭവങ്ങളും ഒക്കെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ. രാത്രിയിൽ എൻ്റെ വീഡിയോഗ്രാഫിക്കോ ഫോണിനോ ഒപ്പിയെടുക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായിരുന്നു അവിടെ. അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ നല്ല രീതിക്ക് മടുത്തു. കുഞ്ഞുട്ടൻ അവസാനം നടക്കാൻ പറ്റാതായി. അവനെ എടുത്തുകൊണ്ട് എബി റൂമിലേക്ക് മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി. നടക്കുന്ന ഇടനാഴിയിലാണെങ്കിലും അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. നമുക്ക് പഴയ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ ഓർമ്മ വരും. അതേപോലെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. മടുത്ത് ക്ഷീണിച്ച ഞങ്ങൾ നന്നായിട്ട് വിശ്രമിച്ച് സന്തോഷത്തോടെ പിറ്റത്തെ ദിവസം രാവിലെ അവിടുന്ന് യാത്രയായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഉമേദ് ഭവൻ പാലസ് കോട്ടയുടെ വിശേഷങ്ങൾ. ബൈ.